പരിമിതമാണ്. ആൺപെൺ ബന്ധങ്ങളിൽ പാരൻസ് പോലും ഒരു പരിധിക്കപ്പുറം നോർമലായി കാണുന്ന ഒരു അവസ്ഥയുണ്ട്. എവിടെയാണ് പരിധി നിശ്ചയിക്കേണ്ടത്? അതുപോലെ എന്തിനാണ് ഈ പരിധികൾ? ഓക്കെ, ഈ പുതിയ കാലത്ത് എസ്പെഷ്യലി മാതാപിതാക്കൾ കൂടി ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങളും സിനിമകളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന അതിൻ്റെ ഭാഗമാകുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ അതിൽ മാതാപിതാക്കളിൽ പോലും സംഭവിക്കുന്ന ചില മാറ്റങ്ങളാണ് ഈ ആൺപെൺ ബന്ധങ്ങളിലൊക്കെ വളരെ ലൂസായിട്ടുള്ളൊരു സമീപനം. അത് കുഴപ്പമില്ല, കുറേയൊക്കെ അങ്ങനെ ഉണ്ടാവും, അത് പുതിയ കുട്ടികളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വളരെ അത് ഒരു തീരെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമല്ലാതെ കാണുന്ന അത് 2 വർഷങ്ങളുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ അത് പ്രണയങ്ങളിലേക്കും പ്രണയ വിവാഹങ്ങളിലേക്കും നയിക്കാനുള്ള ഏറ്റവും ആദ്യ കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ വളരെ വിശാലമായിട്ട് അടുത്തിടപഴകുന്നതാണ്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താ? പ്രണയവിവാഹമായ എന്താ പ്രശ്നം? അത് പരസ്പരം അറിഞ്ഞിട്ട് വിവാഹം കഴിക്കാലോ എന്ന് പറയുന്ന മുതിർന്ന ആളുകൾ പോലും ഇക്കാലത്തുണ്ട്. അവിടെ ആ പ്രശ്നത്തെ പറ്റി ചോദിക്കുന്നുണ്ടെങ്കിൽ വെറുതെ കണക്കുകൾ മാത്രം എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ 2026 പുറത്തിറങ്ങിയ ഒരു പഠനം പറയുന്നത് ഈ അറേഞ്ച്ഡ് മാരേജിൽ വിവാഹമോചനം, ഡിവോഴ്സ് നടക്കാനുള്ള സാധ്യത വെറും 10% താഴെയാണ്, അല്ലെങ്കിൽ 6%-ഓളമാണെങ്കിൽ ഈ പ്രണയവിവാഹങ്ങളിൽ ഡിവോഴ്സ് അല്ലെങ്കിൽ വിവാഹമോചനം നടക്കാനുള്ള സാധ്യത 30%-ലധികം, അഥവാ 5 ഇരട്ടിയാണെന്ന് പുതിയ പഠനം പറയുന്നതാണ്. അതോ വേറൊന്നുമല്ല, ഇത്തരം പ്രണയബന്ധങ്ങൾ അത് ആ വിവാഹ ജീവിതത്തെയും വൈവാഹിക ജീവിതത്തെയും നശിപ്പിക്കുകയാണ് ചെയ്യുക. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ജീവിതത്തിൻ്റെ ഏതോ ഒരു മേഖലകളിൽ ആരെയോ കണ്ടു, ഏതോ ഒരു പ്രായത്തിൽ ഏതോ ഒരു സമയത്ത് ആരെയോ കണ്ടു, അവരുടെ ഏതൊക്കെയോ ഫാക്ടേഴ്സ് ആ സമയത്ത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് മാത്രം ആ വ്യക്തിയെ ജീവിതകാലം മുഴുവൻ പങ്കാളിയാക്കാൻ തീരുമാനിക്കുകയാണ്. അവിടെ അറേഞ്ച്ഡ് മാരേജിലാണ് ആക്ച്വലി ശരിക്കും വ്യക്തമായി അന്വേഷിച്ച് തനിക്ക് വേണ്ട ഒരാളെ കണ്ടെത്താനുള്ള ഓപ്ഷൻ ഉള്ളത് അവിടെയാണ്. പക്ഷേ മറ്റടുത്ത ചോയ്സ് സ്വയം കണ്ടെത്തുന്ന കാര്യമല്ലേ, അവനവൻ്റെ ഇഷ്ടമല്ലേ എന്ന് നമ്മൾ പോലും സിനിമകളിലൂടെ റീലുകളിലൂടെ കണ്ടിട്ട് നമ്മൾ പോലും പറയുന്നൊരവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതാണ്. 2 എന്ന് പറഞ്ഞാൽ വളരെ വലിയ ചൂഷണങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ പരിധി എവിടെ വരക്കണമെന്ന് വെച്ചാൽ വളരെ ലളിതമാണ്. ഇതിൻ്റെ പരിധി നമ്മൾ വേറെ എവിടെയോ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ പരിധി എന്താണെന്നുള്ള ഇസ്ലാം വളരെ ലളിതമായിട്ട് പറഞ്ഞെന്ന വിഷയമാണ്, നമുക്ക് അറിയുന്ന വിഷയമാണ്. ഒരു ആൺ പെൺ ബന്ധം അല്ലെങ്കിൽ അന്യ സ്ത്രീ പുരുഷ ബന്ധത്തിൽ എവിടെയാണ് പരിധി? അവർ തമ്മിൽ സ്പർശിക്കാൻ പാടുണ്ടോ? ഇസ്ലാമിക നിയമം വളരെ ലളിതമാണ്, വളരെ സ്പഷ്ടമാണ്, സ്പർശിക്കാൻ പാടില്ല. അവർ തമ്മിൽ കൊഞ്ചിക്കൊഞ്ച് സംസാരിക്കാൻ പാടുണ്ടോ? കൊഞ്ചിക്കൊഞ്ച് സംസാരിക്കാൻ പാടില്ല. അവർ തമ്മിൽ ഒറ്റക്കാകാൻ പാടുണ്ടോ? ഒറ്റക്കാകാൻ പാടില്ല. ആധുനികമായ ഒറ്റക്കാകലിൻ്റെ രൂപമാണ് ചാറ്റിംഗ് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടോ? ചാറ്റിങ്ങിൽ വേറെ ആരുമില്ല, 2 അറ്റത്തും ഓരോ ആളുകൾ മാത്രമാണ്, അവിടെ ഒറ്റക്കാണ് അവരുള്ളത്. ഒറ്റക്കാകാൻ പാടും, ഒറ്റക്കാകാൻ പാടില്ല. ഇത്തരത്തിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് അറിഞ്ഞിരിക്കുക. വിവാഹത്തിന് മുമ്പ് ഒരു വിവാഹപൂർവ്വ ബന്ധം പാടുണ്ടോ? പാടില്ല. അതെന്താണെന്ന് അറിഞ്ഞിരിക്കെ ഏതാണ് പരിധി എന്ന് നമ്മൾ വീണ്ടും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഈ പരിധി ഫോളോ ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇനി ആ പരിധി ഫോളോ ചെയ്തിട്ടില്ലെങ്കിലോ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നേരത്തെ ചില ആളുകൾ വിവാഹത്തിന് വിസമ്മതിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു സുഹൃത്തായിട്ടൊരു കോളേജ് അധ്യാപകൻ, കുറച്ചൊക്കെ എക്സ്പീരിയൻസ് കോളേജ് അധ്യാപകനാണ്, അദ്ദേഹം ഷെയർ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇത്തരത്തിൽ ഈ വിവാഹബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പല പെൺകുട്ടികളോട്. അപ്പോൾ അവർ കുറച്ചൊരു ആ കോളേജുമായി ബന്ധപ്പെട്ട കുറച്ച് കൗൺസിലിംഗ് സെഷനുകളിൽ ആ കുട്ടികളോട് ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ? ആ ആവശ്യങ്ങൾ ഇങ്ങനെ പൂർത്തീകരിക്കുക. 23, 24, 25 വയസ്സായ പെൺകുട്ടികളോടാണ് ചോദിക്കുന്നത്. ആ കുട്ടികൾ പറയുന്ന മറുപടിയാണ്, അതിന് കൂട്ടുകാരും കസിൻസൊക്കെ ഉണ്ടല്ലോ എന്ന്. അഥവാ അവർ ഇത്തരത്തിൽ പലതിനുമുള്ള മാർഗം